ദൈവവിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ദൈനംദിന ജീവിതത്തിൽ കൂടിക്കൂടി വരികയാണ്. രോഗങ്ങളായിട്ടും അസ്വസ്ഥകളായിട്ടും തടസ്സങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയ ഞെരുക്കങ്ങൾ വരുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യം വല്ലതും ഉണ്ടോ? മറ്റാൾക്കാരെയൊക്കെ നോക്ക്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളിങ്ങനെ വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ത്യാഗത്തിലൊക്കെ ജീവിച്ചിട്ടും ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര വേദനകളാണ്. ഒരു കാര്യം നടക്കുന്നില്ല, എന്ത് കാര്യത്തിലായാലും ജീവിതത്തിൽ തടസ്സമാണ്. അപ്പോൾ ഒരു വിശ്വാസി ചിന്തിക്കും, ഈ വിശ്വാസ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിശ്വാസികളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വിചാരിച്ച് വിശ്വാസം ഉപേക്ഷിച്ച് മറ്റുള്ളവർക്കൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അവരുടെ പക്ഷം ചേർന്ന് ആ വഴിക്കൂടെ പോകാൻ നോക്കണ്ട. കാരണം എന്താണെന്നറിയാമോ? വിശ്വാസിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പാപിയുടെ ബുദ്ധിമുട്ട് അതിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടാലും നമ്മുടെ വിശ്വാസം ഉപേക്ഷിച്ച് പോകരുത്. ആ വിശ്വാസത്തിൻ്റെ ശക്തി നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ആ വിശ്വാസം നൽകുന്ന ആ ഒരു വലിയ ധൈര്യം, ആ ധൈര്യമാണ് നിന്നെ മരണത്തിലേക്ക് പോലും വിടാതെ ഇപ്പോൾ പിടിച്ചു വച്ചിരിക്കുന്നത്. അതെപ്പോഴും ചിന്തിക്കണം. കാരണം ഇത് ക്രിസ്തു നൽകുന്ന, ഈശോ നൽകുന്ന, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു പ്രത്യാശയാണ്. ആ പ്രത്യാശ എന്താണെന്നറിയാമോ? അവൻ ഈ ലോകത്തിൻ്റെ മേൽ വിജയം നേടും. നമുക്ക് ഞെരുക്കങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും പ്രശ്നങ്ങളുണ്ടായാലും അതിൻ്റെ മേൽ ഒരു വിജയം കർത്താവ് നൽകും. ധൈര്യമായിരിക്കുക. ഇതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുലിഖിതം വചനം പറയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. എന്നിട്ട് വചനം പറയാണ്, ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈശോയിലുള്ള വിശ്വാസത്തിൽ അങ്ങോട്ട് നിലനിന്നു. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ അതിനെ കീഴടക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ ഈ വിശ്വാസത്തിൻ്റെ ശക്തി ധാരാളം മതി. തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഏക ബലം. എന്തുകൊണ്ടാണ് പാപികൾക്ക് നമ്മളെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞതെന്നറിയാമോ? അതെന്താണെന്നറിയാമോ? ആ പാപത്തിൻ്റെ അവിശ്വാസികളുടെ അവരുടെ ഇന്നത്തെ സന്തോഷം കണ്ടിട്ട് അവരുടെ വഴിയിൽ കൂടെ പോകാനായിട്ട് നോക്കരുത്. കാരണം വചനം പറയാണ്, പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുലിഖിതം, പാപിയുടെ പാത കല്ലുപോലെ മിനുസപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ അത് ചെന്ന് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. പാപികൾ പാപത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതവർക്ക് താങ്ങാനായിട്ട് പറ്റില്ല. അവരുടെ ഉള്ളിൽ അനുതാപവും വിശ്വാസശക്തിയും ധൈര്യവും ഇല്ലാത്തതുകൊണ്ട് അവരതിൽ തകർന്ന് ഇല്ലാതായിട്ട് പോകും. എന്നാൽ നമ്മൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നമ്മളോട് പറഞ്ഞ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ശക്തി നൽകും, നമുക്ക് ധൈര്യം നൽകും. അതുകൊണ്ട് ഇപ്പോഴനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ കീഴടക്കാൻ കർത്താവ് നിനക്ക് ധാരാളം മതി. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. വലിയ ഞെരുക്കങ്ങളിലൂടെ, വലിയ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ എന്ത് ചെയ്താലും ഒരു അഭിവൃദ്ധി പോലും ലഭിക്കാതെ എപ്പോഴും തടസ്സങ്ങളിലും തഴക്കദോഷങ്ങളിലും ജീവിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ കർത്താവിലേക്ക് സമർപ്പിക്കുക. രോഗങ്ങളുടെ ശക്തിയിൽ മനസ്സും അടുത്തു പോയിട്ടുള്ളവർ കർത്താവിലേക്ക് സമർപ്പിക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ മടുത്തു പോയിട്ടുള്ള ആൾക്കാർ കർത്താവിലേക്ക് സമർപ്പിക്കുക. ജീവിതത്തിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു നിലയിലോ എത്താൻ പറ്റാത്ത വിധത്തിൽ വേദന അനുഭവിക്കുന്നവരൊക്കെ നിങ്ങളുടെ കർത്താവിലേക്ക് സമർപ്പിക്കുക. ആ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുക, കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവം നിനക്ക് വിജയം നൽകും. ദൈവം നിൻ്റെ പ്രശ്നങ്ങളെ കീഴടക്കുവാൻ നിനക്ക് ശക്തി നൽകും. ആ ഒരു വലിയ ശക്തി നിന്നിൽ നിക്ഷേപിക്കപ്പെടുന്നതിനായിട്ട്, വലിയൊരു അഭിഷേകം നിന്നിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതിനായിട്ട് കർത്താവിൻ്റെ മുൻപിൽ ഒന്ന് ശിരസ്സ് നമിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കാം.